ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഏതായാലും നല്ലൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു മുട്ടപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെക്കണം. ഒരു 1/4 കപ്പ് വെള്ളത്തിനടുത്തുണ്ടാവും. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഇതൊരു മീഡിയം മധുരമാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഇനി ഇതൊരു ഇളം ചൂടാവുന്നത് വരെ നമുക്ക് മാറ്റി വെക്കാം. ഇളം ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് ഓപ്ഷനിലാണ്. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാരയുടെ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ പത്തിരി പ്രസ്സിലാണ് പരത്തിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പ് ആക്കിയെന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഓയിൽ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ ഇതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. നമ്മുടെ മുട്ട ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നത് കാണാം. ഇതുപോലെ ഒരു ഭാഗമായി വരുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മൾ മുട്ടയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വൈകുന്നേരങ്ങളിൽ ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.